ബുഷും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ക്യാഷ് കാർഡ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ക്യാഷ് കാർഡ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഒരുപാട് കമൻറ്റ് അയച്ചതും ഒരുപാട് പേര് ചോദിച്ചതും ഒരു വീഡിയോ ആണ്. ഒരെണ്ണം ഇവിടെ വെച്ചോട്ടെ, നമ്മുടെ 220 വയ്ക്കുന്ന ക്യാഷ് കാർഡിൻ്റെ വീഡിയോ. അപ്പോൾ ഈ ക്യാഷ് കാർഡ് സെറ്റ് ചെയ്യുന്ന വീഡിയോ എല്ലാം ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരു ഡ്യൂക്കിലിരുന്ന ക്യാഷ് കാർഡാണ് കേട്ടോ. അപ്പോൾ ഡ്യൂക്കിലിരുന്നത് ഞാൻ സെക്കൻഡ് വരേക്ക് വാങ്ങിച്ചതാണ്. പക്ഷേ ഉണ്ടാക്കുന്നതേ ഉള്ളൂ, ഉണ്ടാക്കാൻ പിന്നെ മെനക്കെടാൻ വയ്യാത്തതുകൊണ്ടാണ് ഇത് ഞാൻ സെറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ചുമ്മാ വണ്ടി സെറ്റ് ചെയ്ത് പിന്നെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. പിന്നെ മാത്രമല്ല, ഇതിനകത്ത് ഒരു ക്യാഷ് കാർഡ് നിങ്ങൾക്ക് ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഡിസ്പ്ലേ ഒരു നമ്പർ കാണിച്ചേക്കാം. ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യണമെങ്കിൽ ഇതേപോലെ ഒരു ക്യാഷ് കാർഡ് ഞാൻ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊറിയർ അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്ന് വാങ്ങി അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഈ ഡിസ്പ്ലേ നമ്പറാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി. അപ്പോൾ ഓർഡർ അനുസരിച്ച് എനിക്കിത് ഉണ്ടാക്കി സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഓൾറെഡി എനിക്കൊരു 3-4 പേര് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമ്പി എടുക്കണം, ആ ഒരു പാടുള്ളൂ. പിന്നെ വെൽഡിംഗ് ഷോപ്പിൽ പോയി സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളിപ്പോൾ ബ്ലൂ പെയിൻറ്റ് അടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്ലൂ പെയിൻറ്റ് മാറ്റി ബ്ലാക്ക് ആക്കണം. ഈ ബ്ലൂ എനിക്ക് ഈ ഒരു കളർ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഈ ബ്ലൂ ആണ് ഉദ്ദേശിച്ചത്, പക്ഷേ കിട്ടിയത് ഈ ബ്ലൂ ആയിപ്പോയി. ഇനിയിപ്പോൾ ചെയ്യാൻ പോകണം, ഇതിൻ്റെ അകത്ത് 2 നൈലോൺ ബുഷ് കയറ്റണം. നൈലോൺ ബുഷ് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ ഈ വീഡിയോ പെയിൻറ്റിംഗ് ആയിട്ട് ഇട്ടിരുന്നത്. ബുഷിന് 300 സംതിങ് രൂപയാകും കേട്ടോ. അപ്പോൾ ഞാനൊരു ഷോപ്പിൽ പോയി തിരക്കുക. അപ്പോൾ ആ ബുഷ് കയറ്റാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് പോകുന്നത്. അപ്പോൾ ബുഷ് കയറ്റി ലൈത്തിൽ കൊണ്ടുപോയി കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യണം. അങ്ങനത്തെ കുറച്ച് വീഡിയോസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് പോയി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം. ഓക്കെ, ടൂൾസൊക്കെ കിട്ടുന്നൊരു കടയാണ്, അകത്തോട്ടൊന്ന് ചോദിക്കാം. ഏറ്റവും ഉള്ളതിൽ ഏറ്റവും വലുത് റേറ്റ് കുറയില്ല ചേച്ചി? ഒന്ന് മതി 335 320 രൂപയ്ക്ക് വന്നു. ഭയങ്കര റേറ്റ് കുറച്ച് വന്നു. അപ്പോൾ നമ്മളിനി നേരെ ലെയ്ത്തിലോട്ടാണ് കേട്ടോ പോകണം. ലെയ്ത്തിൽ പോയിട്ട് ഇതിന് കുറച്ച് കട്ടിയാണ്. ഇത്ര പീസായിട്ട് കട്ടിയാണ്. ഇത് പകുതി വെച്ച് മുറിച്ചൊരു തരത്തില്ല. എനിക്ക് പകുതിയുടെ ആവശ്യം ഉള്ളായിരുന്നു, ഇത്രയും വേസ്റ്റ് ആവും സംഭവം. അപ്പോൾ നമ്മൾ ലെയ്ത്തെത്തി. ഇനിയിപ്പോൾ ചോദിച്ചു നോക്കാം. എടുത്തോ ബുഷൊന്ന് ഇതിൻ്റെ അത് ഹോളിനകത്തൊന്ന് കയറ്റാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തിട്ടേ ഇതിൻ്റെ അതൊന്ന് വലിച്ചു കേൾക്കണം. ഇതിൻ്റെ അളവിലായിട്ടേ ഒരൊറ്റ ഇതിൻ്റെ അളവിലാക്കണം. ബാക്കി ഇത് വെളി തള്ളിയിരിക്കണം. നമ്മുടെ ക്യാഷ് കാർഡ് നമ്മളെ നൈലോൺ ബുഷോടെ കൊണ്ടിങ്ങനെ നടക്കുകയാണ് പല ലെയ്ത്തിലായിട്ട്. സംഭവം നൈലോൺ ബുഷ് ഇതെന്താണെന്ന് സംബന്ധിച്ചാൽ സ്ട്രോങ് സാധനമാണ് കേട്ടോ. കണ്ട എന്താണല്ലോ വാഴത്തണ്ടണക്ക് ഇരിക്കും. കണ്ടാ സൗണ്ട് കണ്ടാ? താരായിട്ട് വരച്ച് കാണിച്ചു തരാം. കണ്ടാ? ഇപ്പോൾ ഇതുകൊണ്ട് നമ്മൾ മറിഞ്ഞടിച്ച് വീണാലും ഭയങ്കര റബ്ബർ കണക്ക് കുതിച്ച് പൊയ്ക്കോളും വണ്ടി. ആ സംഭവമാണ്. അതിനുവേണ്ടിയാണ് ഇത് തന്നെ കയറ്റാമെന്ന് വിചാരിച്ചാൽ. സ്റ്റെപ്പ് കൊടുക്കണം, വെയിറ്റ് കണക്ക്. ഒരു വെയിറ്റ് കണക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുന്ന മോഡൽ. ഇത്രയും കട്ട് ചെയ്തിട്ട് കയറ്റി വയ്ക്കുന്ന മോഡൽ. തട്ടി കയറ്റി നീളം എത്ര മതി? ഇത്ര പോരെടാ? അത്ര മതി. ഇത്രയും സ്റ്റെപ്പ് നമ്മൾ വെളിയിൽ പുറത്ത് ഈ റൗണ്ട് ഷേപ്പ് വരണം. ഇതിൻ്റെ അകത്ത് കയറണ ചെറുതാക്കി കയറ്റിയാലേ നമുക്ക് അതിന് തട്ടി കയറ്റാൻ പറ്റും. അപ്പോൾ അത് ഇത്ര മതി. ഇത് ഇത്ര കണക്ക് ഇവിടെ റോളെന്ന് വെച്ചാൽ ഇതിലെ കൂടെ ചെറിയ ഞെട്ട് കയറ്റിയിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സാധനം ഞെട്ടിട്ടിട്ട് ചെറിയ സ്റ്റാറിന് ഞെട്ടിട്ടിട്ട് ടൈറ്റ് ചെയ്താൽ ഇതിങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളെ മാമൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിൽക്ക് എന്താണ് നൈലോൺ സാധനം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറുതായിട്ട് ഹോളൊക്കെ ഇട്ട് നമുക്ക് ക്യാഷ് കാർഡ് സെറ്റ് ചെയ്യാം. ഞെട്ടിട്ട് നമുക്ക് ആ ബുഷ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോൾ ഇടാം. ഇപ്പോൾ നമ്മുടെ ക്യാഷ് കാർഡ് കയറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ നൈലോൺ ബുഷ് ഹോൾ ചെറുതാക്കിയാണ് കേട്ടോ. അതാണ് ഇപ്പോൾ കൺട്രോൾ നിൽക്കുന്നത്.
ആ അത്ര മതി കുറച്ച് അത് മതി അത് മതി. ഒരു സൈഡിലെ വർക്ക് നമ്മൾ ഫിനിഷ് ആക്കി. പിന്നെ ഇവിടെ കറക്റ്റ് കർവ് കണക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചാണ് അടുത്ത കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ബുഷ് ഇപ്പോൾ തയ്യാറാവും കേട്ടോ. കട്ട് ചെയ്ത് ഏകദേശം പൂർത്തിയാവാറായത്. കുറച്ചുകൂടെ ഷേപ്പ് ചെയ്യാണ്ട്. എന്തായിരുന്നു ഇവിടെ? അയ്യോ ഇത് ഈ സൈസ് കിട്ടുമായിരുന്നാ? ആ സൈസ് ഉണ്ടെങ്കിൽ അത് വാങ്ങത്തുള്ളായിരുന്നു. സംഭവം ഓക്കെ ആക്കി. ഇവിടെ കുറച്ചൊരു ഫിനിഷ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി ബുഷും കൂടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തത്തിൽ 4 വേണ്ടേ. അപ്പോൾ 4 കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കറക്റ്റ് പക്കാക്കി തന്നു കേട്ടോ നമ്മളെ അണ്ണ. അടിപൊളിയാക്കി തന്നു. ഇതാണ് ലുക്ക്. എങ്ങനെയുണ്ട് ലുക്ക്? എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇത് മേലും താഴെയും കൂടെ ആകുമ്പോൾ ഓക്കെ ആവും. ഇപ്പോൾ അവിടെ കടയിലുള്ള ഏറ്റവും വലിയ സൈസ് വയ്ക്കാൻ ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയണം അതിലും വലിയ സൈസ് ഉണ്ടെന്ന്. ഞാൻ കാണിച്ചു തരാം. ഈ സൈസ് ഉണ്ടോ? ഈ സൈസ് കൂടെ കിട്ടുകയാണെങ്കിൽ ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇതിവിടെ ആവശ്യമുള്ളതാണെന്ന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എടുക്കില്ല. മാത്രമല്ല ഇതിപ്പോൾ ഒരെണ്ണത്തിനെ തികയത്തുള്ളൂ. അല്ല ഇത്രയേ ഉള്ളൂ. ഒരെണ്ണം കട്ട് ചെയ്യാനേ ഇത് തികയുള്ളൂ. കുറച്ചുകൂടെ വലുത് ഇത് സാധനം ഉണ്ടെങ്കിൽ വലുതൊക്കെ എടുക്കാമായിരുന്നു. ഇതിൻ്റെ തന്നെ കട്ട് ചെയ്യാൻ ചില ഭയങ്കര കട്ട് ചെയ്യാൻ കേട്ടോ. അത് സംഭവം വിചാരിച്ചതിനേക്കാളും ഭയങ്കര സ്ട്രോങ് സാധനമാണ് ഈ ഒരു നൈലോൺ ബുഷ്. അപ്പോൾ നമ്മുടെ ബുഷുകളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ എടുത്തതിൽ ബാലൻസ് വന്നാൽ ആ ബാലൻസ് തന്നെ ആ ഒരു വലിയ ട്യൂബ് വാങ്ങിച്ചിട്ട് ഇത്രയാണ് ബാക്കി ബാലൻസ് വന്നത് കേട്ടോ. കറക്റ്റ് എല്ലാം തികഞ്ഞിട്ടുണ്ട് സംഭവം. അതുകൊണ്ട് വലിയ വിഷമമില്ല. എല്ലാം നമ്മൾ യൂസ് ചെയ്ത്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അതെല്ലാം ഷേപ്പ് ചെയ്തിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മൾ 4 ബുഷ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ കാസ്കാഡ് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത് കുറച്ച് ഈ ഒരു റൗണ്ടില്ലേ അത് കുറച്ച് ടൈറ്റായിട്ടാണ് ഫിറ്റ് ചെയ്തത്. എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് ടൈറ്റായിട്ട് കമ്പി ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വെള്ളിക്ക് അടക്കാൻ കേട്ടോ. സംസാരിക്കണ കേൾക്കാൻ പറ്റുന്ന എനിക്ക് അറിയാൻ വയ്യ. വലുതടിയില്ലേ? ഇവിടെ ആ ഇവിടെ വലുത് പൊളിയായിട്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഒരു കാസ്കാഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റേത് അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ദിവസം ഒന്ന് കാണിച്ചു തരാം. സംഭവം പൊളിച്ചിട്ടുണ്ട്. ഓ ക്യാഷ് കാർഡ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ എനിക്ക് ആ ഒരു കമ്പിയാണ് കേട്ടോ ഇവിടെ കിടക്കണം. അപ്പോൾ ഈ ഒരു കമ്പി വെച്ച് ആ സെയിം ക്യാഷ് കാർഡ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ കമ്പി ഇവിടെ കിടപ്പുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ ഡിസ്പ്ലേ ഇപ്പോഴും ഒന്നുകൂടെ കാണിക്കാം. ഈ നമ്പർ ജസ്റ്റ് മെസ്സേജ് ചെയ്യുക, കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ 2 ക്യാഷ് കാർഡും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ക്യാഷൊക്കെ നിന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് നമുക്ക് വണ്ടി സെറ്റ് ചെയ്യാൻ കാണിച്ചു തരാം. പേര് പറഞ്ഞു പേരെന്താണ്? ഷാജഹാൻ. ഓക്കെ, താങ്ക്സ് അണ്ണാ. പോട്ടോ. അപ്പോൾ നമ്മുടെ തട്ടുപാലത്തുള്ള കടയാണ് കേട്ടോ. തട്ടുപാലം കല്ലമ്പലം കൊല്ലം റൂട്ടിലുള്ള തട്ടുപാലത്ത് നിന്ന ഷോപ്പാണ്. ഇതാണ് നമ്മൾ ചെയ്ത വെൽഡിങ് ഷോപ്പ്. സംഭവം നൈസായിരുന്നു കേട്ടോ. മാവായിരുന്നു കറക്റ്റ് അളവ്, ഓരോ ഇഞ്ചും കറക്റ്റ് നോക്കിയിരുന്നാണ് ചെയ്തത്. വർക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ട്. 250 രൂപയാണ് ആയത് ഇത് ഇത്രയും ചെയ്തതിന്. പക്ഷേ അത് പണിയില്ലെന്ന് പറയത്തില്ല. ഇതിൻ്റെ ഇത്രയും കറണ്ട് ബില്ലെല്ലാം നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പൈസ ആയിട്ട് തോന്നിയില്ല. കുഴപ്പമില്ല. നമ്മൾ ക്യാഷ് കാർഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ സഹായിക്കാൻ എത്തിയിരിക്കുന്നത് അമീനാണ്. പുള്ളിക്കാരൻ ഹെൽമെറ്റ് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. നല്ല മഴയായിരുന്നു. അമീനാണ് വണ്ടി ഓടിച്ചാൽ എൻ്റെ കാണിച്ചു തരാം. നനഞ്ഞു. അപ്പോൾ നമുക്ക് ക്യാഷ് കാർഡ് ഇവിടെ ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൽ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാം. ബ്ലൂ കൊള്ളത്തില്ലല്ലേ, അഴുക്ക കളർ, ഒരു ചൊറി പിടിച്ച കളറാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അത് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കാം. ഇതിൻ്റെ ഈ ഒരു ബുഷില്ലേ, ഈ ഒരു ബുഷ് മേലിൽ ചെറുതും താഴെ വലുതുമാണ് കയറ്റിയിരിക്കണം. എന്തെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി ചരിഞ്ഞു വീഴാത്ത വണ്ടിയുടെ പ്രൊട്ടക്ഷനോട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബുഷ് കയറ്റിയിരിക്കുന്നത്. വണ്ടിയുടെ പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ വണ്ടി ചരിഞ്ഞു വീണാൽ ഫസ്റ്റിൽ ഈ അടിയിലത്തെ ബുഷാണ് ഫസ്റ്റ് തറയിടിക്കുന്നത്. അപ്പോൾ നമ്മളെ വണ്ടിയുടെ ബോഡിയും ഭാഗങ്ങളൊന്നും നമ്മളെ
തറയിൽ മുട്ടത്തില്ല. അതുകൊണ്ടാണ് അടിയിൽ കുറച്ചുകൂടെ വലുത് കയറ്റിയിട്ടുള്ള, മുകളിൽ കുറച്ച് ചെറുത് കയറ്റിയിട്ടുള്ളത്. അതായത് നമ്മൾ ഇതിൻ്റെ രണ്ടും നമ്മൾ ഒരു ഉരച്ച് ലെവലാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അത് ഏതാണ് ബ്ലൂ പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. എങ്കിലും പെയിൻറ്റ് കുറച്ചുകൂടെ പറ്റിയിരിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഉരച്ചായിരുന്നു. ഇനിയിപ്പോൾ ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുന്ന ജസ്റ്റ് ഒന്ന് കാണിച്ചു. ഇപ്പോൾ ഇത് നിങ്ങൾ പെയിൻറ്റ് അടിക്കാൻ നേരത്തെ ഇത് ജസ്റ്റ് ഒന്ന് പേപ്പറിട്ട് മറച്ച് വെച്ചിട്ട് അടിക്കണം കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഇത് പെട്ടെന്ന് അർജൻറ്റ് ആയതുകൊണ്ട് ഇത് ഒട്ടിക്കാനുള്ള ഒട്ടിപ്പും കാര്യങ്ങളും ഇവിടെ കിട്ടിയില്ല. പിന്നെ ഞാൻ വിചാരിച്ച് ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചിട്ടേ ഈ ഭാഗത്ത് നമ്മൾ പെട്രോൾ ഇട്ട് എന്നോടാ കാണില്ല, എന്നോടാ കാണില്ലേ ഇതും എന്നെ കിട്ടുന്നതാണ് പറഞ്ഞോ. അപ്പോൾ ഇത് നമ്മൾ പെട്രോൾ ഇട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചിട്ട് ഇത് നമ്മൾ പെട്രോൾ ഇട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചടയാന്ന് വെച്ച്. അപ്പം ഈ ബ്ലാക്ക് പെയിൻറ്റ് ഡയറക്റ്റ് അങ്ങ് അടിക്കാന്ന് വെച്ച്. അപ്പം നമുക്ക് പെയിൻറ്റ് അടിക്കാം. കറിയുന്നോ? ഒരു സ്ഥലത്ത് നിൽക്കുക, കറിയുന്നു. അപ്പോൾ ഗൈസ് നമ്മുടെ ക്യാഷ് കാർഡ് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. മാറ്റാണ് കേട്ടോ അടിച്ചത്. അപ്പോൾ ഇപ്പോൾ ഓക്കെ ആയിരുന്നു കേട്ടോ. ബ്ലൂ ഒരുമാതിരി വൃത്തിയിട്ട കളറായിരുന്നു. ഇപ്പോൾ ഈ ബ്ലാക്കും മറ്റേ ബുഷ് വൈറ്റ് കൂടെ ആയപ്പം വണ്ടി നല്ലോണം ഇറച്ചിരിക്കുന്നത്. ക്യാഷ് കാർഡ് അടിപൊളിയായിട്ട് ഇറച്ചിരിക്കുന്നത് അല്ലേ, ഇറച്ചിക്കല്ലേ. ഓക്കെ, അപ്പോൾ ആ വർക്കും കഴിഞ്ഞിട്ട് ഇതിപ്പോൾ ഉണങ്ങുന്നൊരു ഭാഗ്യത്തിന് ഇത് അടിച്ച സമയത്ത് എത്തി വെയിൽ കിട്ടി, അതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇത് പിന്നെ സ്പ്രേ പെയിൻ്റാണ്, ഉണങ്ങാനും വലിയ താമസമില്ല. ഇനിയിപ്പം നേരെ വണ്ടി സെറ്റ് ചെയ്യുക. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം കേട്ടോ, ഉണങ്ങുന്നത് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ 220 വണ്ടി ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം. അപ്പോൾ ഇവിടെ വേറെ വണ്ടി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വാഷ് ചെയ്യാനുള്ള മെഷീൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് വാഷ് ചെയ്താൽ അഴുക്കൾ മൊത്തം കളയും. അപ്പോൾ ആരെങ്കിലും വാഷ് ചെയ്യണമെങ്കിൽ ഇവനെ സമീപിച്ചാൽ മതി. ചുമ്മാ കേട്ടോ, അവൻ ചുമ്മാ അവൻ്റെ വീട്ടിൽ മെഷീൻ ഉണ്ടെന്ന് പറഞ്ഞ് ഉള്ള വണ്ടി മൊത്തം ഇവിടെ കൊണ്ടുവരും. നമ്മളെ ഫ്രണ്ട്സിലെ വണ്ടി മൊത്തം ഇവിടെ കൊണ്ടുവന്ന് സർവീസ് ചെയ്യണം കേട്ടോ. വണ്ടി കഴുകണുണ്ടോ അവിടെ? ഓക്കെ, അപ്പോൾ നമുക്കിത് ഉണങ്ങുന്നേരം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ ക്യാഷ് കാർഡ് അടിപൊളിയായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയും കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൈസിന് ഈ ക്യാഷ് കാർഡ് നമുക്ക് വണ്ടിയിലേക്ക് ഈ ഒരു സെൻറ്റർ ആക്സിലാണ് ഞാൻ ബോൾട്ട് തിരിച്ചിട്ടേക്കണം. നമ്മളെ 13-ൻ്റെ ബോൾട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് നമ്മൾ ഈ 13-ൻ്റെ ബോൾട്ടാണ് അവിടെ ഫിറ്റ് ചെയ്യുന്നത്. നമ്മുടെ സെൻട്രൽ ആക്സിൻ്റെ സൈഡിലായിട്ട് 13-ൻ്റെ ബോൾട്ട്. ആ ബോൾട്ട് നമ്മൾ ഈ ബാക്ക് ഭാഗം കട്ട് ചെയ്തിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ ജസ്റ്റ് ചുമ്മാ വച്ച് നോക്കിയാണ്, നമ്മൾ വർഷാപ്പിൽ കൊടുത്ത് ജസ്റ്റ് ഒന്ന് വച്ച് നോക്കിയാണ്. എന്നിട്ട് നമ്മൾ ഈ ബാക്കിൽ ഈ ചതുര ഭാഗം നമ്മൾ ബാക്കിൽ കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം വെച്ച് ആ ഒരു സെൻട്രൽ ആക്സിൻ്റെ എൻഡിലായിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് വെക്കും. ഇങ്ങനെ വെൽഡ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ എളുപ്പത്തിൽ നമ്മൾ ക്യാഷ് കാർഡ് ഊരിയെടുക്കാനും അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ സെറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ വെച്ച് വെൽഡ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് തോന്നും. നമുക്ക് ഒരു പക്ഷേ നമുക്ക് ഇളക്കി മാറ്റി വയ്ക്കണോ അല്ലെങ്കിൽ തിരിച്ച് ഒന്നുകൂടെ സെറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു ബോൾട്ട് വയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇപ്പോൾ കാണുന്ന കണക്കാണ് ഇതിൻ്റെ ബോൾട്ട് നമ്മൾ തിരിച്ച് വെൽഡ് ചെയ്തത്. ഇതിനൊക്കെ തന്നെ അപ്പുറത്ത് നമ്മൾ വെൽഡ് ചെയ്തായിരുന്നു. വെൽഡ് ചെയ്തിട്ട് നമുക്ക് ബ്ലാക്ക് മാറ്റ് പെയിൻറ്റ് അടിച്ചായിരുന്നു. നമ്മൾ കഴിക്കുന്ന പെയിൻറ്റ് തന്നെ അടിച്ച് ബോൾട്ട് തിരിച്ച് വെൽഡ് ചെയ്ത്. ഇതല്ലാതെയും ചെയ്യാൻ പറ്റും. നമ്മൾ സെൻട്രൽ ആക്സിൽ ഊരിയിട്ട് നമുക്ക് ഈ ഒരു ക്ലാമ്പ് അകത്ത് വെച്ചും ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു പക്ഷേ ഇത് ഇളക്കി മാറ്റണമെന്ന് തോന്നണമെങ്കിൽ ഈ സെൻട്രൽ ആക്സിൽ പിന്നെ റിമൂവ് ആക്കിയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പം നമുക്ക് ഇഷ്ടമനുസരിച്ച് ഇത് നമുക്ക് റിമൂവ് ആക്കാം, തിരിച്ച് കയറ്റാൻ ചെയ്യാം. ഇത് നമുക്ക് കാലിലൊന്നും തട്ടത്തില്ല കേട്ടോ, അത് ഷോർട്ടായിട്ടാണ് ചെയ്യണം. ഇത് നമ്മൾ വണ്ടി ഫിറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. പിന്നെ ഈ രണ്ട് അളവിലാണ് നമ്മൾ ഇതിപ്പോൾ പെയിൻറ്റ് അടിച്ചപ്പോൾ അവിടെ പേപ്പർ വെച്ചാൽ ആ പേപ്പർ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് അളവിലാണ് നമ്മൾ ഇവിടെ ഹോൾ ഇട്ടേക്കണം. ഇവിടെ ആയിട്ട് ഹോൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സാധാ ക്യാഷ് കാർഡ് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ അത് കയറ്റിയാൽ മതി. ഇവിടുത്തെ ഈ ഹോള് ഈ റാക്സിലും വരുന്ന രീതിയിൽ ഓക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങ് വീട്ടിൽ പോസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയുണ്ട് പൊളിയല്ലേ? ആട്ടൊന്നും വിടില്ല. ഇപ്പം എന്താ ഇപ്പോൾ കറക്റ്റ് അളവിൽ നമ്മൾ ഈ ഒരു പട്ടയിൽ ഹോൾ ഇട്ടുകൊണ്ടാണ് ഈ ഒരു ഞെട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യമേ ഈ പട്ടയിൽ നമുക്ക് കറക്റ്റ് ഹോൾ ഇടാം. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. അതിന് ശേഷം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് എല്ലാവർക്കും ചെയ്തെടുക്കാൻ ഒരു വെൽഡിങ് ഷോപ്പിൽ പോയി ഇത് ചെയ്തെടുക്കാനേ ഉള്ളൂ. അല്ല നിങ്ങൾക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്താൽ ഇതേപോലെ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ പക്ഷം ഈ ഒരു ഇത്ര 3/4 ഇഞ്ച് അളവിലെ പൈപ്പാണ്, റൗണ്ട് ഷേപ്പിൽ പൈപ്പാണ്. ആ പൈപ്പ് വെട്ടി വളച്ചൊക്കെ എടുത്ത സംഭവമാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ 13-ൻ്റെ കെട്ട് അവിടെ നിന്ന് തിരിച്ച് ആ ഭാഗത്ത് ഒരു വാഷറും കയറ്റി പിന്നെ ഒരു ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യണം.
ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ വണ്ടി സെറ്റ് ചെയ്ത് ഇനി ലുക്ക് ഒരു സ്ഥലം ലുക്ക് കാണിച്ചു തരാം. ഒന്നേ വെച്ചിട്ടേ ഉള്ളൂ. എങ്ങനെയുണ്ട്? അപ്പം ഉഷാറായല്ലേ? പൊളിച്ചിട്ടുണ്ട്. ഞാൻ ടൈറ്റ് ചെയ്തിട്ടില്ല, ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ബോൾട്ട് കയറ്റിയുള്ളൂ, ടൈറ്റ് ചെയ്തിട്ട്. അതാണ് ലൂസ്. ലുക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. പൊളി നമ്മളെ ബ്ലൂവിനേക്കാളും കുറച്ചുകൂടെ ലുക്കുണ്ട്. എടുത്ത് അറിയുന്നില്ല എങ്കിൽ വൈറ്റ് വരുന്നുണ്ട്, നല്ല ലുക്കുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് 2 ക്യാഷ് കാർഡ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ 2 സെറ്റ് ചെയ്ത് വണ്ടി ഇപ്പോൾ വിഷയം ലുക്കായിട്ടാ. അപ്പോൾ ആ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചാണ്ട് ബുഷിയോടെ കയറ്റി. ഇപ്പോൾ ബുഷ് കയറ്റിയപ്പോഴാണ് വണ്ടി ഇറച്ചിരിക്കുന്നത്. ഞാൻ അതാണ് ബുഷിയോടെ കയറ്റുന്ന വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഈ വീഡിയോക്ക് ഡിലേ ആയിരിക്കുന്നത്. ഇപ്പം ആ ബുഷിയോടെ കയറിയപ്പോൾ ലുക്ക് വ്യത്യാസം വന്നതാണ്. അപ്പോൾ ക്യാഷ് കാർഡ് മാത്രം വരുമ്പോൾ ആ ലുക്ക് അറിയത്തില്ല. ഇപ്പോൾ വൈറ്റ് ബുഷിയോണ്ടായപ്പോൾ ഓക്കെ ആയി. ഇപ്പോൾ അടിയിൽ ഞാൻ വലുതും മുകളിൽ ചെറുതായിട്ട് ഇട്ടേക്കണം. എന്ന് വെച്ചാൽ അടിഭാഗത്താണ് നമ്മൾ ഫസ്റ്റ് തറയിൽ മുട്ടുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ക്യാഷ് കാർഡ് വച്ചിട്ടുള്ള ലുക്ക് മാത്രം വെച്ച് ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാം. അതുവരെയ്ക്കും ഗുഡ് ബൈ. അല്ല ഉടുപ്പ് ഊരി ഫുള്ള് നനഞ്ഞ് പാടുന്നിട്ട്. അമ്മയാണോ എന്താ ഇവിടെ നീ ഒരേ സ്ഥലത്ത് നോക്കിയത് ക്യാമറ ആണെങ്കിൽ ഷേക്കാവുമല്ലോ. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി എൻ്റെ ഫേസ് ഇട്ടണ്ട. ഓടി അമ്മ വീട്ടിൽ പോസ്റ്റാണെന്നല്ലേ പറഞ്ഞേ? അങ്ങനെയുണ്ട് പൊളിയല്ലേ? ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്ത നമ്മൾ വളച്ചൊക്കെ എടുത്ത് ചെയ്യുകയാണ് സംഭവം. വളച്ചൊക്കെ എടുത്ത സംഭവമാണ് ഇത്. മിണ്ടായി കഴിഞ്ഞ ലുക്ക് എങ്ങനെ പൊളിയല്ലേ? മിണ്ടാടാ ആളിയാ. അടുത്ത പട്ടി തുടങ്ങിയിട്ടുണ്ട്. പറഞ്ഞില്ല അപ്പൊ ഇതിന് പക്കയാണ് മിണ്ടാടാ തീർത്തോട്ടാ പോണ എനിക്ക്. ഇപ്പോൾ 2 സൈഡിലെ ലുക്ക് സെയിം ആണ് കേട്ടോ. 2 ഓക്കെ ആണ്. ഇനിയിപ്പോൾ ചെയ്യാൻ പോണ ആദ്യമായിട്ട് എടുക്കാം. പക്ഷേ കട്ട് ചെയ്യാൻ വേണ്ടി എൻ്റെ കൂടെ വന്ന പയ്യന്മാരാണ് ഇത്രയും പേര്. എന്തിനാ വന്നാന്തോ ഇത്രയും പേരാണ് എൻ്റെ കൂടെ വന്ന് നിൽക്കുന്നത്. എടാ നോക്കണം എല്ലാവരും നോക്ക്, പരിചയപ്പെടുത്ത്. ഇവനറിയാം ശരത്ത്, എല്ലാ വീഡിയോയിലും കാണുന്നതാണ്. ഇത് നമ്മളെ അല്ലവി ഗൾഫിലായിരുന്നു, കുറച്ചാൾ വന്നേ ഉള്ളൂ. നമ്മളെ ബദ്രിനാഥ് ഹരീഷ്ണൻ, ഇത് നമ്മളെ ചെറുക്കൻ അശ്വിൻ. മോൻ കാണിച്ചോ എല്ലാവരും.